അടുത്ത വാർത്തയിലേക്ക്. ഫിലാഡൽഫിയയിൽ എന്ത് സംഭവിച്ചു? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ജബ്ബാർ ഹാജിയുമായി സംവദിക്കാൻ നമ്മുടെ റിപ്പോർട്ടർ റയീസ് ബിൻ ജാഫർ ഫിലാഡൽഫിയയിലേക്ക് ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നു. ഫിയാസുമായി അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂ തത്സമയം. ഫിലോഡൽഫിയ എന്ത് സംഭവിച്ചു? ഫിലോഡൽഫിയ ചോദിച്ചാൽ ഫിലോഡൽഫിയ സാർ എന്ത് സംഭവിച്ചു? ഫിലാഡൽഫിയ എന്താ പറ്റിയ എന്താ വേണ്ടത്? എന്താ സംഭവിച്ചു? അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തേ സാർ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കാം. നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസ് നിന്നാണ്. സാർ ഫിലോഡൽഫിയയിൽ എന്ത് സംഭവിച്ചു? രാജിവെക്കണമെന്ന മന്ത്രി രാജിവെക്കണമെന്നാണെന്നല്ലോ പറയുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് സാർ ഫിലോഡൽഫിയയിൽ എന്ത് സംഭവിച്ചോട്ടെ, പക്ഷെ എന്തിന് കേരള മുഖ്യമന്ത്രി രാജിവെക്കണം? ഞാൻ കാര്യം പറയാം. നീ നാട്ടില് നിന്റെ സമയത്ത് നിന്റെ നാട്ടുകാര് നിന്നെ എന്തെങ്കിലും ചെയ്ത് ആർക്കാ കുഴപ്പം? സർക്കാരിന് അല്ലെ? ഇവിടെ നമ്മള് ഫിലഡൽഫിയയിൽ ഉള്ള സമയത്ത് ഫിലഡൽഫിയയിലെ ആൾക്കാർ നമ്മൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്താല് ആര് കാരണം? മുഖ്യമന്ത്രി. സാർ അതെങ്ങനെയാണ് സാർക്ക് പറയാൻ പറ്റുക? വേറെ എത്ര രാജ്യങ്ങളിൽ മലയാളികളുണ്ട്, അവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഫിലാഡൽഫിയയിൽ പ്രശ്നമുണ്ടായെന്ന് വെച്ചിട്ട് താങ്കൾ എന്തിനാണ് സമരവും വാഗ്വാദങ്ങളും എല്ലാം കൊണ്ടുവരുന്നത്? സാർ ഇതാരാണ് സാർ? ഒന്ന് മാറിക്കാൻ പറയും. മുഖ്യമന്ത്രി എന്തിനാ സാർ? അതാണ് രാജിവെക്കണം സാർ. ഇതാരാന്ന് മനസ്സിലായില്ല. എന്റെ പി ആണ്. പി എം അല്ലല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞേ, അതായത് നമ്മൾക്ക് നിനക്ക് മുഖ്യമന്ത്രി ആവണോ? ഇല്ല, ആണെങ്കിൽ തന്നെ വിടൂല നിന്നെ. കാരണം അടുത്തത് ജബ്ബാർ. നമ്മളെ ഇനി നിന്നോട് ആരെങ്കിലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ചോദിച്ചാൽ ജബ്ബാർ. അതല്ല ഇവിടുത്തെ വിഷയം. എന്തിനു മുഖ്യമന്ത്രി രാജിവെക്കണം? ഇവിടെ എന്തും സംഭവിച്ചോട്ടെ. എന്തിന് കേരളത്തിൽ ഇവരെ ഒന്ന് പിടിച്ച് സാർ ഇവരെ പിടിച്ച് മാറിക്കോ. സാറെ വില കളയുന്നത് ഇവൻ തന്നെ. പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത് തന്നെ നമുക്ക് പോലെ അല്ല ഈ ക്യാമറ എടുത്തോണ്ട് ഇരിക്കുന്നവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല ചൂടുണ്ട്. ഇതുവരെ നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇവിടെ ചോദിക്കുന്നത് കേരള മുഖ്യമന്ത്രി എന്തിന് രാജിവെക്കണമെന്ന്. മറുപടിയാണോ? രാജിവെക്കാൻ പറഞ്ഞോ? ജബ്ബാർക്ക് പറഞ്ഞോ രാജിവെക്കണമെന്ന്? രാജിവെക്കണം പറഞ്ഞോ? ജബ്ബാറ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അവിടെ ഇരിക്കാൻ പോരുന്നില്ല. അതായത് കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ മുഖ്യൻ ഇവിടെ വന്നു. ഇവിടെ അറിയേണ്ട വിഷയം. അതായത് മുഖ്യൻ ഇവിടെ വന്ന സമയത്ത് നടന്ന എന്താണെന്ന് എനിക്കറിയോ? അറിയാം. എന്താ? മുഖ്യമന്ത്രിന്റെ കൂടുതലുള്ള ആൾക്കാർ അതും ശരിയാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? എനിക്കറിയില്ല, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത്. കാരണം എന്നെ വിളിച്ചില്ല. എനിക്ക് സാധിക്കില്ല. കൊറേ നേരം സാർ ഇപ്പൊ ഇതല്ല വിഷയം. സാർ ഇങ്ങനെ മൊഞ്ചായി കിടക്കുന്നത് മൊഞ്ചില്ല, ഇതല്ല നമ്മുടെ വിഷയം. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള മുഖ്യമന്ത്രി എന്തിന് രാജിവെക്കണം? ഈ ഉഗാണ്ട എന്ന മഹാനഗരത്തിൽ ഇവൻ ഈ ഖാദർക്ക് എന്ത് ചെയ്താലും എന്ത്? സോറി ജബ്ബാർ ക്ഷമിക്കണം. പേര് വരെ അറിയില്ല എനിക്ക്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ ഇന്റർവ്യൂ ജബ്ബാർക്കായി താങ്കൾ എന്തിനാണ് ഇത്ര പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കേരളത്തിൽ നടത്തുന്നത്? അവിടെ അവരവരെ വഴിക്ക് പോയിക്കോട്ടെ. ഇവിടെ നിൽക്കുന്ന താങ്കൾ എന്തിനാണ്? മുഖ്യന്റെ മോൻ എന്റെ മോൾ തമ്മിലൊന്നുമില്ല. ഇതേപോലെ നീ ഇപ്പം വിചാരിച്ചതുപോലെ ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കി. എന്തുകൊണ്ട്? അവര് വെറുതെ ഒന്ന് മകളെ വളർത്തുന്നിടത്ത് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ പേരുദോഷങ്ങളൊക്കെ കേൾക്കും.
എന്റെ മോളെ പറ്റിട്ട് അവൻ പറയും മോളെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന് എന്തിനാണ് ഒരു അവരൊന്നും ചെയ്തിട്ടില്ല. മോനും മോളും കൂടെ വെറുതെ ഒരു ഐസ്ക്രീം പാർലർ. അതാണ് ഐസ്ക്രീം കേസ്. ഉഗാണ്ട അതൊന്നും ഒന്നല്ല. അത് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് റോട്ടിലെ കൂടെ നടന്ന് ഒരു ഓട്ടോറിക്ഷ കയറി ഏതോ ഒരു ഹോട്ടലിലോട്ട് പോയി. ഇത്രയും വലിയ കാതർക്കയായ ക്ഷമിക്കണം, ജബ്ബാർക്കയായ ഇവർക്ക് ഒരു വണ്ടി കൂടി നീ എന്താ പേര് മാറ്റി പറഞ്ഞാല് ക്ഷമിക്കണം, ഈ ഇത്രയും വലിയ ജബ്ബാർക്കായ ഇദ്ദേഹത്തിന് എന്താ ഒരു കാറില്ല. ജബ്ബാർ സാറിന് ഒന്ന് മാറിക്കൂ, ഈ PA ഒന്ന് കൊണ്ടുപോയി വെക്കൂ. ഇത്രയും വലിയ സ്വത്തും പണവുമുള്ള ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഒരു കാറില്ല? സ്വന്തം മകളെ എവിടെ കൊടുത്തേക്കണം എന്ന് പറയാൻ ഒരു കാറില്ല. അത് പറഞ്ഞല്ലോ എന്ത് പറഞ്ഞാലും മുഖ്യൻ രാജിവെക്കണം എന്നതിന്റെ റീസൺ പറയൂ. എന്താണ് കാരണം? മുഖ്യൻ രാജിവെക്കണം. വെറും ഒരു ഇത്രയും വലിയ കോടീശ്വരനായ ജബ്ബാർ നയിൽ ഒരു കാറില്ലേ? സ്വന്തം മകളെ ബോയ് ഫ്രണ്ടിനോട് കറക്കം കൊണ്ട് എന്തിനു ഓട്ടോയിൽ കയറി? ഇത്രയും ക്യാഷ് ഉള്ളവേ ഉഗാണ്ടയിലെ ഓട്ടോയിൽ എന്തിനു കയറി? ഒരു നിമിഷം ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലേക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാവിലെ 1:33. ചോറിന് കോട്ടും